പോഷകസമ്പന്നമായ തൈര് ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരം കൂൾ ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഇതെന്ന് പറയുന്ന ഒരു ന്യൂട്രീഷണൽ പവർ ഹൗസ് ആണ്. ഞാനിവിടെ ഒരു പാക്കറ്റ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഈ വിഭവം ഞാൻ ഉണ്ടാക്കുന്ന ഇടികല്ലിലാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാന്താരിമുളക് ഞാൻ 5 എണ്ണം എടുത്തു. ഇഞ്ചി ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഒപ്പം 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ ഉള്ളി 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഞാൻ ഇടിച്ചെടുക്കുകയാണ് ഇവിടെ. കറിവേപ്പില ഞാൻ തൈരിലേക്ക് ആഡ് ചെയ്യുന്നത് ക്രഷ് ചെയ്തും അതുപോലെ തന്നെ മുകളിലേക്ക് വിതറി കൊടുക്കുന്നുമുണ്ട്. ഞാൻ ഈ ചാനലിൽ ഏറെ കാണിക്കുന്നത് ഈസി, ടേസ്റ്റി അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇടിച്ചു വെച്ചതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഒരു പാക്കറ്റ് തൈരാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. എനിക്ക് തൈര് ചോറിനൊപ്പം കൂട്ടാൻ കുറച്ച് ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കൂട്ടെല്ലാം അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. തൈര് എന്നും കൂട്ടുന്നത് നമുക്ക് നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ഈ ഒരു ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റിനെ സഹായിക്കും. കൂടാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോൺസ് ലഭിക്കാനായിട്ടും സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു വിഭവമാണ് തൈര്. എങ്കിൽ പോലും രാത്രിയിൽ നമ്മൾ തൈര് കഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഈ ഐറ്റം ഹെവി ആൻഡ് സ്റ്റിക്കി ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം, ഡൈജഷനെയൊക്കെ ഇത് ബാധിക്കും. ഉച്ചയ്ക്ക് അല്പനേരം വിശ്രമിക്കുന്നവർക്ക് തൈര് കൂട്ടി കഴിച്ചിട്ട് ഉറങ്ങാൻ നല്ലതാണ്. നല്ല ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടും. സോ ഈ വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്.